ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്ന വണ്ടിയാണ്. നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവ് പൊട്ടിപ്പോയതാണ്. നമുക്ക് കിടക്കണ ബെൽറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. ഈ ഒരു ബെൽറ്റാണ് കിടക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ബെൽറ്റൊക്കെ നമ്മൾ എന്താ പറയുക ലോക്കൽ ബെൽറ്റാണ്. ഏകദേശം നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ്, അതായത് സർവീസ് ചാർജും എല്ലാം ഈക്വലായിരിക്കും. നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജെനുവിൻ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് ശരിക്കും നമുക്ക് ഒരു 4 മാസം മുമ്പ് ജനറലായിട്ട് വന്ന സർവീസിന് വന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ആ വീഡിയോ തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ബെൽറ്റിൻ്റെ കണ്ടീഷൻ. പക്ഷേ അപ്പം മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല, നിസ്സാരമായിട്ടുള്ളൂ ബെൽറ്റ് മാറ്റിയിട്ട്. അപ്പോഴത്തെ കണ്ടീഷൻ ബെൽറ്റ് നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ചൊരു വഴിക്ക് പോകാൻ പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. നമുക്കിതിന് വന്ന ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ പാർട്ട് നമ്പർ വരാം. ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സാണ്. പരമാവധി നമ്മൾ പാർട്സുകൾ ഉപയോഗിക്കുമ്പോൾ ജെനുവിൻ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. 456 വേണം നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ റേറ്റ് വരാം. ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ബാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബെൽറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതുമേയും അങ്ങനെ തന്നെ കിടക്കണേ ബാൻഡോ. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് ശരിക്കും ബാൻഡോൻ്റെ തന്നെയാണെങ്കിലും ഇത് ഹോണ്ട നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള ബെൽറ്റാണത്. ഇത് നേരെ മറിച്ച് അങ്ങനെയല്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റായിട്ട് കിട്ടുന്ന പാർട്സുകളാണ്. റേറ്റിൽ വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല. വിലയിൽ കൂടി വന്ന നിസ്സാരം 10-50 രൂപയുടെ പ്രോഫിറ്റ് ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ബാക്കിയത്തെ ചിലവൊക്കെ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ക്ലച്ച് അയക്കണം, ഫുള്ളായിട്ട് അഴിച്ച് മാറ്റണം, ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ നമ്മളിത് ഇടുമ്പോൾ ഒറിജിനൽ പാർട്സ് ഇടാണെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ പാർട്സാണ് ഇട്ടിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഈ കംപ്ലയിൻറ്റ് വരില്ലായിരുന്നു. അത് ശരിക്കും കസ്റ്റമർ അറിവോടെ ചെയ്യണമല്ല, ടെക്നീഷ്യന്മാർ ചെയ്യുന്ന വർക്കാണത്. അവർക്ക് മെച്ചം കിട്ടുന്ന പാർട്സാണ് മേടിച്ച് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പരമാവധി ഒന്നുപോലെ പാർട്സ് ഇങ്ങനത്തെ പാർട്സുകളൊക്കെ വരുമ്പോൾ ഒന്നുപോലെ മേടിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ കയറ്റി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഷോറൂമുകളിൽ ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ വരില്ല. ഒരല്പം എമൗണ്ട് കൂടുതലായാലും ഇമാതിരി വർക്കുകളൊക്കെ ഒന്നുപോലെ ഷോറൂമുകളിൽ ചെയ്യാം. അതല്ലെങ്കിൽ പാർട്സ് നമ്മൾ മേടിച്ച് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കഴിഞ്ഞ സർവീസിൽ, ജനറലായിട്ട് വന്ന സർവീസിൽ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്ത് ക്ലച്ച് ഔട്ടറൊക്കെ പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സർവീസിൻ്റെ ഒരു പീരീഡ് ആയിട്ടുണ്ട്. 4 മാസം അല്ലെങ്കിൽ 120 ദിവസമാണ് ശരിക്കും സർവീസ് പീരീഡ് വരാം. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയത്. അപ്പോൾ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ അഴിച്ചപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ സർവീസിൽ ഓൾറെഡി നമ്മളിത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന പോലെയാണ് കംപ്ലയിൻറ്റ്. ഞാൻ അതിൻ്റെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ നമുക്ക് എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പരമാവധി മാതിരി വർക്കുകൾ ജെനുവിൻ പാർട്സുകൾ, ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്യുക.